കുഞ്ഞോളെ കുഞ്ഞോളെ എന്റെ അമ്മ. പിന്നെ ഞാൻ ഈ മുരിങ്ങടല ഉണ്ട് ഇതാക്കി തരാം. ഞാൻ താളിച്ചാ മതി ട്ടോ. ഇന്നിപ്പോ ഇങ്ങനൊക്കെ പോട്ടെ, വൈകുന്നേരത്തിന് എന്തേലൊക്കെ മീൻ കൊണ്ട. ഓൻ വിളിച്ചീന്ന് എനക്ക് പൈസ ഒന്നും അയച്ചിട്ടില്ലല്ലോ. ഇല്ല, ഇക്കാക്ക് പൈസ കിട്ടിയിട്ടില്ലാന്നാ പറഞ്ഞത്. എന്നാ ഇന്നിപ്പോ അയച്ചില്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മയമാക്കാന്റെ പീടിയെന്ന് വാങ്ങാം ട്ടോ. ഇത് ഞാൻ വേണ്ട ഉണ്ടാക്കി തരാം, എന്നിട്ട് ഞാൻ താളിച്ചാളാ. അത് വെക്കാം. മീൻ ഉണ്ടായിരുന്നല്ല ഫ്രിഡ്ജില്, ജിർത്തില്. കഷ്ണം മീനാണ്. ഉണ്ട് മസാല വെച്ചിട്ട് കുറച്ചേരാണ് ഫ്രിഡ്ജിൽ വെച്ചാളാ. എന്നിട്ട് നമുക്ക് തിന്നാൻ നേരത്തെ കണ്ട് പൊരിക്കാം. അത് ഞാൻ കാര്യം വെച്ചോളാം. ഇവിടെ ആരും ഇല്ലേ? അല്ല, ആരപ്പ ഈ വരുന്നത്? കൊറേ ആയല്ലോ നിങ്ങളെ കണ്ടിട്ട്. ഇങ്ങോട്ട് ഇരിക്കേ. കുഞ്ഞോളെ, അന്റെ ഉമ്മ ചെടി വന്നിക്കണേ. എന്തൊക്കെയാ എന്നിട്ട് വർത്താനം? നല്ല വർത്താനം തന്നെ. എന്താ ഇപ്പൊ മുരിങ്ങടല ഉണ്ടാക്കുക? ഞാനേ ഉച്ചക്ക് താഴ്ച്ചാനും കൂട്ടാനും ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഒരു ലേശം മുരിങ്ങടല അവിടെ നീന്ന് അപ്പൊ പൊട്ടിച്ചിങ്ങാണ്ട് അത് ഉച്ചക്ക് താളിക്കും ചെയ്യാ. മീൻ ഉണ്ട് പൊരിക്കാന്, അതേറ്റേക്കാൾ പോട്ടെ വിചാരിച്ച്. എന്തെന്നിട്ട് ഇപ്പൊ ഒരു വരവൊക്കെ കൊറേ ആയല്ലോ നിങ്ങള് വന്നിട്ട്. നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ടൊക്കെ ഒന്നും ഇറങ്ങിക്കൂടെ? നേരെ ഉണ്ടാവലില്ല, ഒന്നാമത് അതാണ്. പിന്നെ ഇങ്ങനെ പണിയും തിരക്കൊക്കെ ആയിട്ടേ. ഏടി ഓനാണെങ്കി അപ്പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും, അതാണ് വലിയക്കാത്ത്. കുഞ്ഞാളെ വിളിച്ചാ ഇതാര വന്നിക്കണ് നോക്ക് ജി. ഉമ്മ എപ്പളാ വന്ന്? ഞാനിതപ്പോ വന്നിട്ടുള്ളൂ. ജിമ്മാക്കെ ചായ എന്തേലും ഉണ്ടാക്കിയിട്ട് കൊന്റെ. മിച്ചർ എടുത്തോ, ലേശം മിച്ചർ ഉണ്ടായിരുന്നു അവിടെ ആ പാത്രത്തില്, അതൊന്നും എടുത്തോണ്ട്. ഞാൻ കൊടുന്നോടുക്കാം. എന്നിട്ട് എന്തൊക്കെ ഉണ്ട് ഇപ്പൊ വർത്താനം? ചെക്കൻ പോണെന്നാട് വന്നതാണല്ലോ നിങ്ങള്, പിന്നെ നിങ്ങൾ എന്താ ഇങ്ങോട്ട് വരുമൊന്നും ചെയ്യാത്ത? ഇപ്പൊ പണിക്കൊക്കെ പോവുണ്ടോ? നിങ്ങള് ഫോണൊക്കെ അടിച്ചിട്ടാണെങ്കി കിട്ടണമില്ല, എന്താന്നറിയില്ല. ഇനി നമ്പർ മാറ്റിയിക്കണ നിങ്ങള്? എന്റെ ഫോണില് പൈസ ഇല്ലേന്നു, കൊറേ ആയി കഴിഞ്ഞിട്ട്, പിന്നെ കേറ്റാൻ പറ്റിയിട്ടില്ല. പൈസ കഴിഞ്ഞിക്ക. എന്നാ നിങ്ങക്ക് പെണ്ണിനോട് ആരെടുത്തുന്നേലും ഒന്ന് വിളിച്ചിട്ട് പെണ്ണിനോട് പറഞ്ഞൂടെ പൈസ ഒന്ന് കേറ്റി തരാന്? ഓളല്ല അപ്പൊ വേറെ ആരപ്പൊ നിങ്ങക്ക് ഉള്ളത്? ഓള് കേറ്റി തരുമല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല, എന്തിനൊക്കെ മക്കളെന്തിനാ ബുദ്ധിമുട്ടിക്കണ വിചാരിക്കും ഞാൻ. ഇതമ്മ ഇത് കുടിച്ചോളെ. ഞാൻ കുടിച്ചോളാം. എന്നാ ചായ ഉണ്ട് കുടിച്ചോടി. അല്ലടി, എന്താ ജെ ക്ലാസ്സിൽ കൊടുന്നോർത്ത്? കുപ്പി ക്ലാസ് എവിടെ? ക്ലാസ് ഒക്കെ കഴുകാനാ, അപ്പൊ ഞാൻ ഈ ക്ലാസ്സിൽ എടുത്തതാ. ഒന്നും കുഴപ്പമില്ല, ക്ലാസ് ഇപ്പൊ ഏതായാലും എന്താ, കുടിച്ചാ പോരെ, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളെന്തിപ്പോ വിളിക്കൊന്നും ചെയ്യാത്ത? വിളിച്ചറിയാന് ഫോണില് പൈസ ഇല്ലടി, അത് കാരണാണ് നമുക്ക് വിളിക്കാത്തതേ. കൊറേ ദിവസമായിക്കണം കഴിഞ്ഞിട്ട്. ഇപ്പാണെങ്കി പണിയും കുറവാണ്. നിങ്ങൾ ഇരിക്കുന്നാല്, എനിക്ക് അടുക്കളയില് കുറച്ച് പണികളുണ്ട്. എന്നാ ചെല്ല്, എന്നാ പണിയോട് എടുത്ത് പോയിട്ട്. നിങ്ങൾക്ക് ഇടക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നൂടെ? ഇവിടെ അതിന് ആരുള്ളൂ, ഞാനും ഓളും തന്നെയല്ലേ ഉള്ളൂ. കുറച്ച് ദിവസമൊക്കെ ഇവിടെ നിൽക്കൊക്കെ ചെയ്യാലോ. ഇനിയിപ്പൊ എന്തായാലും ഇന്ന് പോണ്ട, ഇനി നാളെ പോവാ. നിക്കണൊന്നുമില്ല, നിക്കാനുള്ള ഇതൊന്നും ഇല്ലെന്നോ. ചെന്നിട്ട് കൊറേ പണികളുണ്ട്, തീരുമാനമൊക്കെ ഉണ്ട് അവിടെ കിടക്കും. പിന്നെ ഇനിയിപ്പോ നാളെ പണി ഉണ്ടോന്നും അറിയില്ല. ഉണ്ടെന്നുണ്ടെങ്കി 1,500 പോവില്ലല്ലോ. പോയിട്ടില്ലാന്നുണ്ടെങ്കി ഇപ്പൊ അതും പോവും. ഒരു ദിവസം ഇപ്പൊ പണിക്ക് പോയിരാച്ചിട്ട് ഇപ്പൊ ഒന്നും വരുമൊന്നുമില്ല. ഇനിയിപ്പൊ ചെലവിനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ മകനോട് ചോദിച്ചാ ഓൻ തരും. ഓനോട് ഞാൻ പറഞ്ഞോണ്ട് നിങ്ങളിപ്പോ എന്തായാലും ഒരു ദിവസം ഇവിടെ നിക്കി. അതൊന്നും ശരിയാവൂലെന്നും. മക്കളോട് ഇപ്പൊ എത്ര വെച്ചിട്ടാ ചോദിക്ക.
ഞാൻ പെണ്ണിനെ ഒന്ന് കാണട്ടെട്ടാ. ആ എന്നാ ചെല്ലിണ്ട് ഓളെ അടുത്തേക്ക്. ആ ഉമ്മ എന്തിനാണ് ഇങ്ങോട്ട് വന്നിക്കണത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കേറി വരരുത്. വന്ന കോല കണ്ടാലും മതി. മോളെ എന്താ പണി? മീനില് കായം തേക്കേ? എന്തമ്മ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരരുത് എന്നുള്ളത്. ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നിക്കണത്? അതൊന്നും ഓൾക്ക് ഇഷ്ടണ്ടാവൂല. ഞാൻ കൊറേ ആയില്ലടി എന്നെ കണ്ടിട്ട്, അതുകൊണ്ട് വന്നത്. അമ്മക്കും ഇല്ലൊരു പൂതിയൊക്കെ എന്നെ കാണാന്. ഇജ്ജെന്താ ഇങ്ങനൊക്കെ പറയണ്? എന്റെ അമ്മായിമ്മ ഇപ്പൊ എന്നോട് നല്ല പോലെയാണല്ലോ വർത്താനം പറഞ്ഞൊക്കെ. ഇവിടെ നിക്കാനും പറഞ്ഞു എന്നോടൊന്ന്. ആ ഇപ്പൊ അതൊക്കെ കാണാം. ഇപ്പൊ നിങ്ങളോട് വലിയ വർത്താനൊക്കെ പറയും. പക്ഷെ എന്റെ അമ്മായിമ്മ ഉണ്ടല്ലോ ഒരാള് വരുന്ന ഇഷ്ടല്ല. എന്തിനാ ഇങ്ങോട്ട് കേറി വന്നിക്കണത്? എന്റെ ഉള്ളില് മരുന്നൊന്നും വാങ്ങാൻ പൈസ ഇല്ല. എന്റെ അടുത്ത് എന്തേലും ഉണ്ടെങ്കിൽ തന്നാളെ പണിയില്ല ഇപ്പൊ. ഉമ്മ അതിനൊക്കെ കൂടെ ആയിട്ട് വന്നതാണ് ഇപ്പൊ എന്റെ അടുത്തേക്ക്. ടീച്ചറൊക്കെ കേടരാതിരിക്കണം. ഈ പെണ്ണൊന്നും തിന്നൂല, ഇങ്ങനെ പാത്തുക്കും. ഒരാള് വന്നെടുത്ത് കൊടുക്കുകയും ചെയ്യൂല. ഞാൻ പറയണം തള്ളക്ക് വെള്ളം കൂടുന്ന ചോർത്ത ക്ലാസ് അത്രപ്പത് കൊണ്ട് താഴ്ച്ചിട്ടെ. നിങ്ങക്ക് ആരെടുത്തെങ്കിലും ഒന്ന് വിളിച്ചുകൂടായില്ലേ? അപ്പൊ ഞാൻ കേറ്റി തരൂലേ? ഇത് ഞാൻ അങ്ങോട്ട് ഒന്ന് വിളിക്കാൻ കാത്തിക്കാണ്. നിങ്ങക്ക് പഴയ പോലെയല്ല. അപ്പൊ നിന്ന് തിരിയാൻ സമയമില്ല. അന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെടുത്ത് നിന്ന് തന്നെ എനിക്ക് വേറെ ഇതുണ്ടായിരുന്നു. ഇപ്പൊ കുടുംബമുണ്ട്, മക്കളുണ്ട്, മാപ്പിള ഉണ്ട്. ഇന്ന് നിങ്ങൾ അത് മനസ്സിലാക്കാത്തത്? ഞാൻ ഓട് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത് എന്നുള്ളത്. ഇട്ട് വന്നൊരു തുണി കുപ്പായാണെങ്കിലോ കണ്ടാലും മതി. ഉമ്മാന്റെ കോലത്തിന് എന്താ കുട്ടിയെ ഒരു കുഴപ്പം? ഇങ്ങനൊക്കെ പറയണ്? പിന്നമ്മ ഞാൻ എങ്ങനെയൊക്കെയാ ഞാൻ പറയേണ്ടത്? എന്താ ഈ കാട്ടണത്? നിനക്ക് അവിടെ തന്നെ ഒരു പാത്ത് നിന്നൂടായിരുന്നില്ലേ? ഈ 500 1000 എന്തേലും വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ തരൂലേ? ഒന്നും ഇല്ലായിട്ടെന്നെ ഞാൻ വന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം തന്ന 1000 ഉറുപ്പിക എന്തെങ്കിലും കാട്ടിയത്? ഞാൻ ഗുളിക വാങ്ങിക്കൂടാതെ എത്തി. നിങ്ങൾ ചായ കുടിക്കണില്ലേ? അത് കുടിച്ചോളി. അത് കുടിച്ചിട്ട് നിങ്ങൾ പോവാൻ നോക്കി. ഞാനത് വരണ്ട്. 2 ദിവസം കഴിയട്ടെ. കാക്ക പൈസ അയച്ചിട്ട് ഞാൻ എന്തേലും തരണ്ട്. എനിക്ക് വിളിച്ചാൽ എന്റെ ഫോണില് പൈസ ഇല്ലേ. നിങ്ങൾക്ക് ഇന്നോട് മാത്രമേ ചോദിക്കാനുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ എന്റെ അവസ്ഥയും കൂടി? പഴയ പോലെ ഇല്ല. ഇപ്പൊ കല്യാണം എനിക്ക് നിൽക്കാനോട് ഇങ്ങനെ ചോദിക്കാനൊന്നും പറ്റൂല. എന്റെ അമ്മക്ക് പൈസ വേണം, എന്റെ അമ്മക്ക് ഗുളിക വാങ്ങാൻ പൈസ ആണ്, അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പൈസ. നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താവും മനസ്സിലാക്കാത്തത്? അത് ഇവരാണെന്നുണ്ടെങ്കിൽ നല്ല പൈസക്കാരും മുതൽക്കാരും. എങ്ങനെയാണ് നിന്റെ നിറവും ഇതും കണ്ടിട്ടേക്കാരും ഇന്ന കല്യാണം കഴിച്ചിട്ടുണ്ടാവുക. അല്ലാതെ ഇങ്ങനെ ഈ ഇതൊന്നും കണ്ടിട്ടാവൂല. എന്നിട്ട് പിന്നെ നിങ്ങൾ ഈ ചീഞ്ഞ തുണി കുപ്പായും വൃത്തി വെറുപ്പിലാണ് കേറി വന്ന മോശം നിക്കല്ലേ അല്ലമ്മ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞത്. എന്തെങ്ങനൊക്കെ പറയണേ? ഞാൻ അങ്ങനൊക്കെ തന്നെ പറയുള്ളൂ. ഞാൻ വരണ്ട, നിങ്ങൾ പോയിക്കോളി. ഇപ്പൊ അതാ നല്ലത്. നിങ്ങൾ ഉമ്മാനോട് പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്കി. ഞാൻ വിളിക്കണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോണില് പൈസ എത്തി തരണ്ട്. നിങ്ങൾ ചെല്ലി. ഈ പെണ്ണെന്താ ഇങ്ങനെ? പഠിച്ചോനെ, ഇത്രയും കടക്കട്ട പെണ്ണാണിപ്പത്. ഇവിടെ എന്ത് പാവാണ്. എന്റെ മകന്റെ മുതൽ കണ്ടിട്ട് തന്നെയാണ് നിക്കണത്. ഇങ്ങനെ തള്ളാരെ വേണ്ടാത്തൊരു മക്കൾ ഉണ്ടാവോ? എന്ത് പെണ്ണാ? പ്രത്യേകിച്ചാണ് പോണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടുള്ളൂ. എന്നാ ഞാനവിടെ ഇറങ്ങട്ടെട്ടാ. നിങ്ങള് പോവാ? എന്താ ഉപ്പ് പോണ് നിങ്ങള്? ഇല്ല, നിക്കണില്ലേ. നാളെ ചെലപ്പം പണി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ
ആ പൈസ പോവുള്ളൂ. ഞാനാണ് പോട്ടെ. നല്ല മഴയും പെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ നേരത്തെ എവിടുക്കാണ്? നിങ്ങക്ക് നാളെ പോയാ പോരെ? ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. അത് സാരേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, പിന്നെ കൊട ഉണ്ടായിരുന്നു. ആ കൊട ചൂടിങ്ങാണ്ട് അങ്ങാടിക്കാൻ പോയാല് വേഗം ബസ് കിട്ടും ചെയ്യും. നേരം വൈകി ചിലപ്പം ബസ്സും കിട്ടൂല. എന്നിട്ടിപ്പൊ പോവുക, നല്ല മഴ ഉണ്ട്. ഇന്ന് മഴ ഊക്കുടുമ്പോത്തിന് നിങ്ങൾ വേഗം പൊയ്ക്കോളിന്നാല്. ആ എന്നായിക്കോട്ടെ, എന്നാലിട്ട് ഞാൻ പിന്നെ വരണ്ട്. ആ, ഇവിടുത്തെ ആൾക്കാർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അങ്ങനെയല്ലല്ലോ, ഓൽക്കൊരു നിലയും വിലക്കെ ഇല്ലേ. ഈ അയൽവാസികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മോശമല്ലേ എന്റെ ഉമ്മയെന്ന് പറയാൻ എനിക്ക് മടി തന്നെയാണ്. ഇനിയിപ്പൊ ഉമ്മ എന്ത് വിചാരിച്ചാലും വേണ്ടിയില്ല. കുഞ്ഞോളെ, കുഞ്ഞോളെ, കുഞ്ഞോളെ. ആ, എന്റെ ഉമ്മ. ഞാനത് വരുന്ന, ഞാൻ ചോറ് ഊറ്റിയാണ്, ഇപ്പൊ വരാം. എന്തിനാണ് ആ വിളിക്കുന്നത്? ഒരു സ്വസ്ഥത തരൂല. നമുക്ക് കുറച്ച് മുതലുണ്ടെന്നതിന്റെ അഹങ്കാരാണ്. എന്തമ്മ, എന്തെങ്കിലും വിളിച്ച്? ഇമ്മ എന്തേടി പോയി? ആ, അമ്മ പോയി. ഇമ്മക്ക് അവിടേക്ക് പോവാനൊക്കെ ഉണ്ട്, ഇത്ര പുതിയ പണി നോക്കാനൊക്കെ. അപ്പൊ കാരണം പോയിക്കണ്. അല്ലാതെ ഇജ്ജ് പറഞ്ഞയച്ചല്ലേ അല്ലേ? ഞാൻ പറഞ്ഞയച്ചൊന്നുമില്ല, അമ്മ പോയതാണ്. ഉമ്മനോട് ഞാൻ കൊറേ പറഞ്ഞു ഇവിടെ നിക്കാൻ. അപ്പൊ ഉമ്മ പറഞ്ഞു നിക്കണില്ല, നീ പിന്നെ ഒരു ദിവസം വരാറിന്. ഇജ്ജ് എന്ത് മകളാടി? ഇത് എന്ത് മകളാണ്? അന്ന ആ പാവത്രയും കാലം നോക്കിയില്ലേ? അന്റെ വാപ്പ ഇട്ടെറിഞ്ഞു പോയേ മുതല് ആ തള്ളല്ലേ അന്നെ നോക്കണത്? ഇജ്ജ് എന്ത് സ്വഭാവാടി എന്റെതൊക്കെ? ഒന്നല്ലെങ്കിൽ 10 മാസം പള്ളയിലിട്ടിട്ട് തന്നെ വളർത്തി ഉണ്ടാക്കിയില്ലേടി? ആ നന്ദിയിൽ ഇജ്ജ് കാണിച്ച് ഈ പേരുമായിട്ട് ഇജ്ജ് അതിനെ ഇറക്കി വിട്ടില്ലേ? പിന്നെ ഇജ്ജ് പറഞ്ഞു അന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് ഇന്റെ മക എന്നെ കെട്ടിയിരിക്കണത് എന്ന്. എന്നാലേ ഇമ്മാടെ കുട്ടിക്ക് തെറ്റിട്ട. അന്റെ പെര കണ്ടപ്പോഴും അതേപോലെ അന്റെ ഉമ്മാന്റെ അവസ്ഥ കണ്ടപ്പോഴും ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? പിന്നാലെ ആ ഒരു കുട്ടിക്ക് നല്ലപോലെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ജീവിക്കട്ടേന്ന്. അങ്ങനെ ഞാൻ എന്റെ മകനോട് പറഞ്ഞത്. എടാ ഇജ്ജ് ആ പെണ്ണിനെ കെട്ടിക്കോ, അനക്ക് നല്ല തന്നെ വരുള്ളൂ എന്ന് ഞാൻ എന്റെ മകനോട് പറഞ്ഞത്. അപ്പൊ ഇജിന്റെ മകന്റെ ജീവിതം ഇപ്പൊ എന്തായാലും ഇല്ലാതാക്കും. അത് എനിക്ക് മനസ്സിലായിക്കും. അല്ലമ്മ ഞാന് ഇക്ക് ഞാൻ എന്റെ ഒരു വർത്താനം കേക്കണ്ട. അടുത്ത ബസ്സിന് ഇജും പോയിക്ക എന്റെ പെരേക്ക്. നീ കുറച്ചു കാലം എന്റെ ഉമ്മാന്റെ അടുത്ത് ഇജ് നിക്ക്. അന്നെന്റെ മകൻ ഒഴിവാക്കുന്നല്ല പറഞ്ഞത്. ഒരു പെണ്ണിന്റെ ജീവിതം എന്തായാലും ഇപ്പൊ ഞാനായിട്ട് കളയുന്നൊന്നുമില്ല. ഇജ് എന്തായാലും ഒരു മാസത്തോളം ഇജ് എന്റെ ഉമ്മാന്റെ അടുത്തൊന്ന് പോയി നിക്കേ. ആ പാവം എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കഴിയുന്നെന്ന് വെച്ച് പോയി നോക്ക്. ആ പെരന്റെ കോലം ഞങ്ങളും കണ്ടതല്ലേ. ഈ പെരുമയത്ത് അതിന്റെ ഉള്ളിൽ ചോർന്നിട്ടും ഒഴിച്ചിട്ടുമാണ് അത് അതിന്റെ ഉള്ളിൽ നിക്കണേ. ഞാൻ പറഞ്ഞ അതിനോട് നാളെ പോവാന്ന്. അത്ര പോലും എനിക്കൊരു ദയ എനക്ക് തോന്നിയില്ലല്ലോ. എന്ത് പെണ്ണാടി ഇജ്? ഇജ് ഒരു മകളാ? ഇജ് എങ്ങനെയാ പാവത്തിന്റെ പള്ളയിൽ പിറന്നത്? എന്ത് പറഞ്ഞാൽ എന്റെ മകൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. എന്റെ മകനോട് ഞാൻ എല്ലാ കാര്യവും ഞാൻ പറയും. ഒരു മാസം ഇജ് എന്റെ പെരെ പോയി നിക്ക്. ഞാൻ പറയുന്ന പറയും. ഇനി അതിലപ്പുറത്തേക്കൊന്നുമില്ല. ഇതുവരെ ഞാൻ എന്നോട് കയർത്തി ഞാൻ വർത്താനം പറഞ്ഞിട്ടില്ല. അന്നിതുവരെ ഞാൻ സങ്കടപ്പെടുത്തിയിട്ടില്ല. ഇനി അങ്ങനെയല്ല ട്ടോ. ആ പാവത്തിന് ഇവിടുന്ന് പറഞ്ഞയച്ചിക്കണു. പടച്ചോൻ ചോദിക്കൂടി എന്നോട്. ഇമ്മ കനോട് പറയണോ? എന്റെ ഇവിടുത്തെ പൊറുതിപ്പ് ഇല്ലാതായോ? എന്ത് കാര്യത്തിനോട് കെട്ടെടുത്തതാണോ? ഇപ്പൊ എന്റെ ജീവിതം ഇല്ലാതാക്കിയപ്പോ തളക്ക് സമാധാനായിട്ടുണ്ടാവും. മുതലും പോട്ടെ, ഇരിക്കട്ടെ.